ഭാഷാശില്പികളിൽ പ്രാമാണികനായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മനാട് മാത്രമല്ല, ആധുനിക കേരളത്തിൻ്റെ ശില്പികളിൽ ഒരാളായ ഒരു വിപ്ലവകാരിയുടെയും ദാർശനികൻ്റെയും ജന്മനാട് കൂടിയാണ് തിരൂർ. അതായത് കീഴടത്ത് ദാമോദരൻ എന്ന കെ ദാമോദരൻ്റെ ജന്മനാട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യ പഥികനായി അറിയപ്പെടുന്ന സഖാവ് പി കൃഷ്ണപിള്ളയ്ക്ക് മുമ്പേ കാശി വിദ്യാപീഠത്തിലെ പഠനകാലത്ത് കെ ദാമോദരനെ പ്രഥമ കമ്മ്യൂണിസ്റ്റായി കാണുന്നവരുണ്ട്. 1912 ഫെബ്രുവരി 26 കെ ദാമോദരൻ്റെ ജനനം. അച്ഛൻ തിരൂരിനടുത്ത് പെരുമണ്ണയിലെ കിഴക്കിനിയടുത്ത് മനയിലെ തുപ്പൻ നമ്പൂതിരി, അമ്മ കീഴടത്ത് നാരായണി. അക്കാലത്ത് കേരള സംസ്ഥാന അസംബ്ലികളിലെ ജന്മി നിയോജക മണ്ഡലങ്ങളിൽ വോട്ടവകാശമുള്ള 7 കുടുംബങ്ങളെ തിരൂർ വില്ലേജിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് കൊല്ലം തോറും 4500 രൂപ ഭൂനികുതി അടച്ചിരുന്ന കീഴടത്ത് തറവാടായിരുന്നു. 5 സന്തതികളിൽ മൂത്തയാളായ കെ ദാമോദരൻ തിരൂരങ്ങാടിയിലെ മട്ടായി സ്കൂൾ എന്ന പ്രാഥമിക വിദ്യാലയത്തിൽ നിന്നും 5ാം തരം പാസ്സായ ശേഷം വെട്ടത്തുനാട് ബോർഡ് ഹൈസ്കൂളിൽ ചേർന്നു. പഠിപ്പിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സാഹിത്യ സമാജങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്ന ശാന്തശീലനും അനുസരണശീലമുള്ളവനുമായ ആ വിദ്യാർത്ഥി അധ്യാപകരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. താൻ നിരീശ്വരവാദിയായിരുന്നുവെന്ന് പിൽക്കാലത്ത് പരസ്യമായി പ്രഖ്യാപിച്ചെങ്കിലും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തികഞ്ഞ ഈശ്വരഭക്തനായിരുന്നു. ഭക്തിയുടെ ആധിക്യം മൂലമാണ് ഹൈസ്കൂളിൽ ദേവഭാഷയായി കരുതപ്പെട്ടിരുന്ന സംസ്കൃതം പഠിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത്. ധാരാളം മാർക്ക് വാങ്ങി 10ാം ക്ലാസ് പാസ്സായ ദാമോദരനെ കീഴടത്ത് കാരണവർ കോഴിക്കോട് സാമൂതിരി കോളേജ് ചേർത്തു. പരീക്ഷ എഴുതിയതിനു ശേഷം നാട്ടിൽ വന്നപ്പോഴാണ് മഹാത്മാഗാന്ധി ഉപ്പ് നിയമ ലംഘനം ആരംഭിച്ചത്. 1930 മെയ് 12 ഉപ്പ് കുറുക്കിയ 40 സത്യാഗ്രഹികളെയും അവരുടെ നേതാക്കളെയും കണ്ണിൽ ചോരയില്ലാത്ത വിധം പോലീസ് മർദ്ദിച്ചു. തിരൂരിലെത്തി വിവരമറിഞ്ഞപ്പോൾ ദാമോദരൻ നേരെ സത്യാഗ്രഹ ക്യാമ്പിലേക്ക് പോയി. സ്വാതന്ത്ര്യസമരത്തിൽ വിദ്യാർത്ഥികളെ അണിനിരത്തുവാൻ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചു. അതിൻ്റെ പൊതു കാര്യദർശിയായി ദാമോദരൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 1931 മാർച്ച് 27 തിരൂരിൽ വെച്ച് നിരോധനം ലംഘിച്ച് രാജ്യദ്രോഹ പ്രസംഗം നടത്തിയെന്ന പേരിൽ കോയമ്പത്തൂർ ജയിലിലേക്ക് കൊണ്ടുപോയി 23 മാസത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. പുറത്തിറങ്ങിയ ദാമോദരൻ തൃക്കണ്ടിയൂരുള്ള കുറേ കോൺഗ്രസ്സുകാരെ ഒന്നിച്ചുകൂട്ടി. ഉച്ചനീചത്വം, ദാരിദ്ര്യം, ജാതി സമ്പ്രദായം, സാഹിത്യം തുടങ്ങിയ വിവിധ വിഷയങ്ങളെപ്പറ്റി അവിടെ ചർച്ചകളും പ്രതിവാദങ്ങളും നടത്തി. കൂടാതെ ഗാന്ധിജിയുടെ നിർമ്മാണ പരിപാടികളിൽ ഒരിനമായ ഭാഷാ പ്രചരണ ഭാഗം എന്നോണം ഹിന്ദി ക്ലാസ് തുടങ്ങാൻ സായാഹ്ന സദസ്സ് തീരുമാനിച്ചു. അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. ഐക്യത്തെയും ജാതി സമ്പ്രദായത്തെയും വിമർശിച്ചുകൊണ്ട് ദാമോദരൻ ചെയ്ത ഉജ്ജ്വല പ്രസംഗം സവർണ യാഥാസ്ഥിതികരെ വിരളി പിടിപ്പിച്ചു. പി കൃഷ്ണപിള്ളയോടൊപ്പം കാൽനടയായി സഞ്ചരിച്ച് വില്ലേജ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാനും നൂൽപ്പ്, ഖാദി, ഹിന്ദി ഭാഷ ഇവ പ്രചരിപ്പിക്കുവാനും വായനശാലകൾ സ്ഥാപിക്കുവാനും പ്രവർത്തിച്ചു. കേരളത്തിലെ ഒന്നാംകിട പ്രാസംഗികന്മാരിൽ ഒരാളായി ദാമോദരൻ വളർന്നു. NP ദാമോദരൻ, PC കുട്ടിക്കൃഷ്ണൻ അല്ലെങ്കിൽ ഉറൂബ്, VC അച്യുതൻ, V പരമേശ്വരൻ എന്നീ മുതിർന്നവരിൽ നിന്നും സഹായം അദ്ദേഹത്തിന് ലഭിച്ചു. എല്ലാ മകരമാസത്തിലും തൻ്റെ വീട്ടിൽ നടത്താറുള്ള ഗുരുതി എന്ന പൂജയിലെ കോഴിവെട്ട് തടയാൻ അദ്ദേഹം ശ്രമിച്ചു. ഈശ്വരൻ്റെ പേരിൽ ജന്തുഹിംസ പാപമാണെന്ന് അദ്ദേഹം വാദിച്ചു. പുണ്യപുരാണ സ്ഥലമായ കാശിയിലെത്തിയ ദാമോദരന് അധികം നാൾ കഴിയുന്നതിന് മുമ്പേ ഹിന്ദുമതത്തിൽ മാത്രമല്ല ഈശ്വരനും വിശ്വാസമില്ലാതായി കഴിഞ്ഞിരുന്നു. മാർക്സിയൻ വീക്ഷണത്തിലുള്ള ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങിയതും കാശിയിൽ വെച്ചാണ്. ഒന്നാമത്തെ ലേഖനമായ സാമൂഹിക പരിവർത്തനങ്ങൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരിച്ചു. ഇന്നത്തെ തൊഴിൽ നിയമങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് 10 മണിക്കൂറെങ്കിലും പണിയെടുക്കണം. മുതലാളിമാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ജോലി നൽകലും കൂലി കൊടുക്കലും തൊഴിലാളികളെ ദേഹോപദ്രവം ചെയ്യുന്നതും അകാരണമായി പിരിച്ചുവിടുന്നതും സാധാരണമായിരുന്നു. ഇതിനെതിരെ പി കൃഷ്ണപിള്ളയോടൊത്ത്
കോഴിക്കോട് തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ സംഘം രൂപീകരിച്ചു. കൂടാതെ നെയ്ത്ത് തൊഴിലാളികളുടെയും കോഴിക്കോട് പ്രസ് തൊഴിലാളികളുടെയും യൂണിയനുകളുടെ സ്ഥാപക പ്രസിഡന്റ് കെ ദാമോദരനായിരുന്നു. യൂണിയൻ പ്രവർത്തനങ്ങൾക്കിടയിലും കോഴിക്കോട്ട് തെരുവുകളിൽ കടത്തിന് അന്തി ഉറങ്ങുന്ന വീടില്ലാത്തവരെ പറ്റി സർവേ നടത്തി ലേഖനങ്ങൾ എഴുതി പത്രങ്ങളിലും വാരികളിലും ഒക്കെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും സ്റ്റഡി ക്ലാസ്സുകളും തൊഴിലാളി പ്രവർത്തകർക്ക് ആവേശമായി. 1938 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം തിരുവിതാംകൂറിലെ മുഖമ്മയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെ കയർ ഫാക്ടറി തൊഴിലാളി സമരത്തിൽ പങ്കെടുത്തു. സമരത്തിൻ്റെ നേതാക്കളിൽ ഒരാളായ ദാമോദരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കൊടിയ മർദ്ദനം ഏൽക്കേണ്ടി വന്നുവെന്ന കിംവദന്തികൾ പൊന്നാനിയിലും പരിസരങ്ങളിലും പരന്നു. സഖാവ് ദാമോദരനെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനാവലി സബ് ജയിൽ കെട്ടിടത്തിലേക്ക് ഇരമ്പി. ഇപ്പോൾ സമാധാനമായി പിരിഞ്ഞു പോവുക, എന്നാൽ സമരം തുടർന്ന് നടക്കട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അച്ചടക്കമുള്ള സൈനികരെ പോലെ ജനം പിരിഞ്ഞു. ഒപ്പം ദാമോദരൻ ലോക്കപ്പിലേക്കും മടങ്ങി. ഗുരുവായൂരിൽ നിന്നും 5-6 നാഴിക വടക്ക് മൈലത്തൂർ എന്ന സ്ഥലത്ത് വെച്ച് 1937 പൊന്നാനി താലൂക്ക് കർഷക സമ്മേളനം നടക്കാൻ പോവുകയാണ്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നു ചേർന്ന EMS ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കടലായി മനക്കിലിരുന്ന് കൂടിയാലോചനകൾ നടത്തുകയായിരുന്നു. സമ്മേളനം വിജയിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നതിനെ പറ്റിയുള്ള ചർച്ചയിൽ ഒരു നാടകമോ മറ്റേതെങ്കിലും കലാപരിപാടികളോ ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ കഴിയുമെന്ന് കെ ദാമോദരൻ അഭിപ്രായപ്പെട്ടു. EMS അത് ശരിവെച്ചു. കൃഷിക്കാരുടെ ജീവിതം ചിത്രീകരിക്കുന്ന നാടകമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതുവരെ അത്തരമൊരു നാടകം മലയാളത്തിൽ ആരും എഴുതിയിട്ടില്ല. എല്ലാവരും ദാമോദരനിലേക്ക് തിരിഞ്ഞു. EMS ദാമോദരനെ ഏർപ്പാട് ചെയ്തു. 2 ദിവസം കൊണ്ട് നാടകം എഴുതി തീർത്തു. പാട്ടബാക്കി എന്ന നാടകത്തിൽ ദാമോദരൻ ഉൾപ്പെടെ കർഷക പ്രസ്ഥാനത്തിൻ്റെ സംഘാടകരും നേതാക്കളുമായ KPR ഗോപാലൻ, KA കേരളീയൻ, AKG, സർദാർ ചന്ദ്രോത്ത് മുതലായവരും ഇതിൽ അഭിനയിച്ചു. പാട്ടബാക്കി കൃഷിക്കാരെ ആവേശഭരിതരാക്കിയെങ്കിലും ജന്മികളെ വിരളി പിടിപ്പിച്ചു. 1950 ദാമോദരൻ ഒളിവിലാവുമ്പോൾ പാട്ടബാക്കിയുടെ പുതിയ പതിപ്പ് അച്ചടിച്ചിറക്കി. വിപ്ലവ സാഹിത്യങ്ങൾ അച്ചടിച്ചു എന്ന കുറ്റം ചുമത്തി കൊച്ചി ഗവൺമെൻറ് നാടകവും വിജയ പ്രസ്സും അച്ചടി കോപ്പികളും പിടിച്ചെടുത്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി, UP മന്ത്രിയായിരുന്ന അളകുറായി ശാസ്ത്രി തുടങ്ങിയ അനേക സ്വാതന്ത്ര്യ ഭടന്മാർ ദാമോദരൻ്റെ സഹപാഠികളായിരുന്നു. റഷ്യ, ചൈന ഭിന്നിപ്പിനെപ്പറ്റി തങ്ങളുടെ നിലപാട് വിശദീകരിക്കാൻ ഇരു രാജ്യങ്ങളിലേക്കും ദാമോദരന് ക്ഷണമുണ്ടായി. ചൈനീസ് പ്രധാനമന്ത്രി ചൗവലായുമായി 5 മണിക്കൂറിലധികം നീണ്ടുനിന്ന സംഭാഷണം നടത്തി. നിയമപരമായി, ഭൂമിശാസ്ത്രപരമായി, ചരിത്രപരമായി നിങ്ങൾ ശരിയായിരിക്കാം, പക്ഷേ ജനവാസയോഗ്യമല്ലാത്ത ഒരു ഭൂപ്രദേശത്തെ ചൊല്ലിയുള്ള ഈ തർക്കം എന്ത് രാഷ്ട്രീയ നേട്ടമാണ് നിങ്ങൾക്കുണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ചൈനീസ് പ്രധാനമന്ത്രിയോട് വെട്ടിത്തുറന്നു പറഞ്ഞു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ദാമോദരൻ ഡൽഹിയിലേക്ക് താമസം മാറി. രാജ്യസഭയിൽ ദാമോദരൻ ബഹളക്കാരനോ പ്രക്ഷോഭകാരിയോ ആയിരുന്നില്ല. പ്രസംഗത്തിനു മുമ്പേ പ്രശ്നത്തിൻ്റെ നാനാവശങ്ങളും നന്നായി പഠിക്കും. ലളിതവും പ്രസാദാത്മകവുമായ ഇംഗ്ലീഷ് അവതരിപ്പിക്കും. ബന്ധപ്പെട്ട മന്ത്രിമാരും മറ്റും അതീവ ശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാറ്. പ്രതിപക്ഷ അംഗങ്ങൾക്കും ഭരണപക്ഷത്തുള്ളവർക്കും കെ ദാമോദരൻ എന്ന വ്യക്തിയെ ഒരുപോലെ പ്രിയങ്കരനായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ജീവിത അന്ത്യം വരെ ദാമോദരന് താല്പര്യമുള്ള പ്രസ്ഥാനമായിരുന്നു ഗ്രന്ഥശാലകൾ. ഡൽഹിയിലുള്ള ദിവസങ്ങളിൽ പ്രസിദ്ധമായ സപ്രു ഹൗസ് ഗ്രന്ഥശാലയിൽ നിത്യസന്ദർശകനായിരുന്നു ദാമോദരൻ. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉത്സാഹിയായ വിദ്യാർത്ഥിയുടെ ജാഗ്രതയും അന്വേഷണതരതയും പണ്ഡിതൻ്റെ വ്യഗ്രതയും അദ്ദേഹത്തെ കാണാമായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ തോട്ട്, മാൻ ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യൻ ഫിലോസഫി എന്നീ 2 ദാർശനിക ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കാൻ അദ്ദേഹത്തിന് സാധ്യമായി. പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിൽ 1967 69 ആസ്ട്രിയ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ പശ്ചിമ യൂറോപ്യൻ നാടുകളിൽ പര്യടനം നടത്താൻ ദാമോദരന് അവസരം ലഭിച്ചു. രാഷ്ട്രീയ പ്രതിയോഗികളെ എഴുത്തിലും പ്രസംഗത്തിലും നിശിതമായി വിമർശിച്ചിരുന്നെങ്കിലും വ്യക്തിപരമായ പെരുമാറ്റത്തിൽ ദാമോദരൻ
അവരോടെല്ലാം വളരെയേറെ മര്യാദയും വിനയവും പ്രകടിപ്പിച്ചിരുന്നു. കെ ദാമോദരനോട് പലർക്കും സ്നേഹവും ബഹുമാനവും ഈ സ്വഭാവവിശേഷം കൊണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അനുവദിച്ച പെൻഷന് വേണ്ടി അപേക്ഷിക്കാൻ ആദ്യം അദ്ദേഹം തയ്യാറായില്ല. ഒടുവിൽ പല സ്നേഹിതന്മാരുടെയും നിരന്തരമായ നിർബന്ധത്തിന് വഴങ്ങി ഹർജി സമർപ്പിക്കേണ്ട അവസാന ദിവസമാണ് അപേക്ഷാഭാരത്തിൽ ഒപ്പിട്ട് കൊടുത്തത്. പെൻഷൻ അനുവദിച്ചു വന്നപ്പോഴേക്കും ദാമോദരൻ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. പെൻഷൻ കൽപ്പന കയ്യിൽ കിട്ടിയ ഉടനെ അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് എഴുതി, ഇപ്പോൾ എനിക്ക് ജീവിക്കാൻ മതിയായ വരുമാനമുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഈ പെൻഷൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം ഒരിക്കലും ആ പെൻഷൻ വാങ്ങിയിട്ടില്ല. നേതാക്കന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് ദാമോദരൻ ധാർമ്മിക മൂല്യങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. സോഷ്യലിസമാണ് ലക്ഷ്യമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് മാത്രമായില്ല, ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരുടെ ആത്മീയവും സാൻമാർഗികവുമായ നിലവാരം എന്നതാണ് മുഖ്യമായ പ്രശ്നം. നയിക്കുക എന്ന് വെച്ചാൽ പത്രപ്രസ്താവന ചെയ്യുകയും മൈതാന പ്രസംഗങ്ങൾ നടത്തുകയും എന്ന് മാത്രമല്ല അർത്ഥം. സോഷ്യലിസം എന്ന മഹത്തായ ലക്ഷ്യത്തിൻ്റെ സൗന്ദര്യം ബഹുജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുകയും ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള കഴിവും കരുത്തും ത്യാഗബോധവും അവരെ ഉളവാക്കുകയും ചെയ്യുക എന്നതിനാണ് പ്രാധാന്യം. ഭൗതികവും ധാർമ്മികമായ പാപ്പരത്വത്തിൽ കഴിഞ്ഞുകൂടുന്ന നേതാക്കന്മാർക്ക് ഈ കടമ നിറവേറ്റാൻ കഴിയുകയില്ല. ലക്ഷ്യത്തോട് അചഞ്ചലമായ കൂറും പ്രസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായ താൽപ്പര്യങ്ങളെ ബലികഴിക്കാനുള്ള ത്യാഗസന്നദ്ധതയും ഉന്നതമായ മനുഷ്യസ്നേഹവും സാമൂഹികവും ശാസ്ത്രീയവും സാങ്കേതികമായ അറിവ് വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമശീലങ്ങളും ഉയർന്ന സാംസ്കാരിക നിലവാരങ്ങളും പതർച്ചയില്ലാത്ത ആദർശനിഷ്ഠയും വിനയം, സത്യസന്ധത, ധീരത, ദയ തുടങ്ങിയ സ്വഭാവ ഗുണങ്ങളും എല്ലാമുള്ള വ്യക്തിക്ക് ജനങ്ങളെ നയിക്കാൻ കഴിയുകയുള്ളൂ. കാലാതിർത്തി വരെ കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന വാക്കുകളാണിവ. ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായ പങ്കുവഹിച്ച കെ ദാമോദരന് രംഗബോധമില്ലാത്ത ഒരു കോമാളിയായ മരണത്തിൻ്റെ ഇടംകോലിടൽ മൂലം 1976 ജൂലൈ 3 നമുക്ക് നഷ്ടപ്പെട്ടു. വായനാ പക്ഷാചരണത്തോട് അനുബന്ധിച്ച് അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ലഭിച്ച ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.